തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചതിന് പിന്നാലെ കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി തിരുവമ്പാടി ദേവസ്വം. തൃശൂർ പൂരത്തെ ഹൈജാക്ക് ചെയ്യാനാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നതെന്നും ദേവസ്വം പ്രസിഡന്റ് കൊച്ചി രാജാവിനെ പോലെ പെരുമാറുന്നുവെന്നും തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു. ദേവസ്വങ്ങൾക്ക് പിന്തുണയുമായി കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ BJP നേതൃത്വവും രംഗത്തെത്തി. തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടും സത്യവാങ്മൂലവുമാണ് തിരുവമ്പാടി ദേവസ്വത്തെ ചൊടിപ്പിച്ചത്. പൂരം കലങ്ങിയതിൽ തിരുവമ്പാടി ദേവസ്വത്തിനും BJPക്കും പങ്കുണ്ടെന്നും ഓരോ വർഷങ്ങളിലെ പൂരം നടത്തിപ്പിന് ഉന്നതാധികാര സമിതി വേണമെന്നും ദേവസ്വം ബോർഡ് അഭിപ്രായപ്പെട്ടിരുന്നു. ഇതിനെതിരെയാണ് തിരുവമ്പാടി ദേവസ്വത്തിന്റെ അതിരൂക്ഷ വിമർശനം. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ കാര്യങ്ങൾ നടത്താൻ ഉന്നതാധികാര സമിതി രാഷ്ട്രീയക്കാരും മറ്റുള്ള ആൾക്കാരും അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അതൊരു ഒറ്റ അതിൻ്റെ സ്വത്ത് എങ്ങനെ കൈകാര്യം ചെയ്യാന്നുള്ളതിൻ്റെ ലാക്ക് മാത്രം വെച്ചുകൊണ്ടാണ്, അല്ലാണ്ട് അതിലൊരു വികാരവും ഇല്ല. പൂരത്തെ ഹൈജാക്ക് ചെയ്യാനുള്ള നീക്കമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് നടത്തുന്നത്. ദേവസ്വങ്ങളുടെ കാര്യം നോക്കാൻ തങ്ങൾക്കറിയാം. രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഉന്നതാധികാര സമിതി വേണ്ട തുടങ്ങിയ കാര്യങ്ങൾ ഉന്നയിച്ചുമാണ് വിമർശനം. ഇവിടെ പൂരം നടക്കണമെങ്കിൽ പൂരത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ഘടകപൂരങ്ങളും ഒപ്പം നിന്ന് അതിൻ്റെ ഭംഗിയോടെ പ്രൗഢിയോടെ ഞങ്ങൾ ഇത്ര നാൾ കൂട്ടിയോജിപ്പിച്ചു കൊണ്ട് നടന്ന ആ പൂരം വളരെ ഭംഗിയായി നടത്താൻ ഞങ്ങൾക്ക് സാധിക്കും. അതിന് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയോ അല്ലെങ്കിൽ ഉന്നതാധികാര സമിതിയുടെയോ ഒരു തീട്ടൂരവും വേണ്ട എന്ന് വ്യക്തമായി ഇവിടെ പറയുകയാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളെ കൂട്ടുപിടിച്ച് കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ BJPയും നീക്കം ആരംഭിച്ചു. പൂരം കലക്കിയതിന് പിന്നിൽ ദേവസ്വങ്ങളാണെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് നടക്കുന്നതെന്നും BJP നേതൃത്വം ആരോപിക്കുന്നു. വരും ദിവസങ്ങളിൽ വിഷയം രാഷ്ട്രീയമായി ഉയർത്തി മുന്നോട്ടു പോകാനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.